വിവാദങ്ങൾക്കിടെ നിർണായക KPCC എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച MP മാർക്കെതിരെയുള്ള നടപടി യോഗത്തിൽ ചർച്ചയാകും. DCC ഭാരവാഹികളുടെ കാലാവധി 5 വർഷം നീട്ടുന്നതിലും തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഫിറോസ് സാലി മുഹമ്മദ് ചേർന്നു. ഫിറോസ്, കഴിഞ്ഞ 2-3 ദിവസമായി ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണിത്. ചിലർ MP സ്ഥാനം ഇനി കേന്ദ്രത്തിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് ചിലർ രംഗത്തെത്തി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തൻ്റെ ആഗ്രഹം തുറന്നു പ്രകടിപ്പിക്കുന്ന സാഹചര്യം, ഇവയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ താരിഖ് അൻവറും അതുപോലെ തന്നെ VD സതീശനുമെല്ലാം പരസ്യമായി ഇതിനെ എതിർത്ത് അല്ലെങ്കിൽ വിമർശിച്ച് രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് ചേരുന്നത്. ഇവർക്കെതിരായ നടപടിയും ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 1 വർഷത്തിനപ്പുറത്ത് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, മറിച്ച് 3.25 വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കോൺഗ്രസിൽ ഇപ്പോഴത്തെ ചർച്ച എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത് തന്നെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉറ്റുനോക്കുന്നതും. ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ഒത്തിരി വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് അതിൽ തന്നെ ഉള്ള ഭിന്ന സ്വരങ്ങൾ കൊണ്ട് അത്തരം അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കും പോകുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് KPCC ഭാരവാഹി യോഗം ചേർന്നപ്പോൾ ഇത്തരത്തിൽ വന്ന പരസ്യ പ്രസ്താവനകൾ അത് ഒരു ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് കൃത്യമായും വിലക്കിയതായിരുന്നു. പക്ഷേ ആ വിലക്കിനെയൊക്കെ മറികടന്നുകൊണ്ട് പിന്നീടും പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ ഒരു മാധ്യമത്തിന് മുൻപിൽ സംസാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ഭാരവാഹികളുടെ യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് പറയേണ്ടി വരുന്നു, ശശി തരൂരിന് അത്തരമൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് അതായത് ഹൈക്കമാൻഡിനെയാണ്, അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനയിലൂടെ അല്ല എന്ന് താരിഖ് അൻവറിന് പറയേണ്ടി വരുന്നിടത്ത് ശശി തരൂരിനെ പോലൊരു നേതാവിന് എതിരെയാണ് അല്ലെങ്കിൽ നേതാവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് താരിഖ് അൻവറിന് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വിശ്വ പൗരൻ എന്നൊരു നിലയിൽ നമ്മൾ ലോകം വിലയിരുത്തുന്ന ഒരു വ്യക്തിത്വത്തെയാണ് താരിഖ് അൻവറിന് പരസ്യമായി ആ തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നത്. അതായത് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് എന്ന് പറയുക മാത്രമല്ല, ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നൊരു സൂചനയും കൂടി തരൂർ നൽകി എന്ന നിലയിൽ കാര്യങ്ങൾ പോയി. അതുപോലെ TN പ്രതാപൻ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാനാണ് താല്പര്യം, ലോക്സഭയിലേക്ക് ഇനി ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും കോൺഗ്രസിനെ സഹായിക്കില്ല. അപ്പം കമലേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ നടപടി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ താക്കീത് ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായും നേരത്തെ ഉണ്ടായതുപോലെ പരസ്യ പ്രസ്താവനകളെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനപ്പുറം ഇപ്പോഴത്തെ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും നടപടികളിലൂടെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കരുതാൻ ആകുന്നില്ല കമലേഷ്.